ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പലപ്പോഴുമായിട്ടുള്ള ഒരു ഡൗട്ട്, അതായത് ചില വാക്കുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നമുക്കുണ്ടാവും അല്ലേ. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. അതിൽ കുറച്ച് വേർഡ്സിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെ ഇതും യൂസ് ചെയ്യാം അതും യൂസ് ചെയ്യാം അങ്ങനെയുള്ളൊരു തോട്ട് വരും. പക്ഷേ അത് നമുക്ക് പറ്റുന്നുണ്ടാവില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. സോ നമുക്ക് രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ അത് കൂടുതൽ വാക്കുകളുടെ ഡിഫറൻസസ് എന്താണ്, അല്ലെങ്കിൽ അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടുഡേയ്സ് സെഷൻ. ഫസ്റ്റ് നമുക്ക് കൺഫ്യൂഷനുള്ള രണ്ട് വാക്കുകളാണ് സേ ആൻഡ് ടോക്ക് എന്ന് പറയുന്നത്. സേയും ടോക്കും എവിടെയൊക്കെ യൂസ് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലേ. ഫസ്റ്റ് നമുക്ക് സേ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സേ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് വേർഡ്സിനെയാണ്. അതായത് നമ്മളൊരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ കോമൺ ആയിട്ട് സേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ സേസ് ഷീ ഈസ് ഹംഗ്രി. അവൾ പറഞ്ഞു, അവൾ പറഞ്ഞു അവൾക്ക് വിശക്കുന്നുണ്ട്. അവൾക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് അവൾ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സേ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഹീ സേസ് ഹീ ലൈക്സ് കോഫി. അവൻ പറഞ്ഞു അവന് കോഫി ഇഷ്ടമാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മളവിടെ സേ യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൈ ടീച്ചേഴ്സ് സേ ഗുഡ് മോർണിംഗ് ടു അസ്. ടീച്ചേഴ്സ് എല്ലാവരും ഞങ്ങളോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മളവിടെ സേ യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേർഡ്സിനെയാണ്. ഇനി ടോക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കോൺവെർസേഷനെയാണ്. ഒരാൾ പറഞ്ഞതിനെ കുറിച്ച് പറയുന്ന അല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെയാണ് ടോക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ അവിടെ വേറൊരാൾ പറഞ്ഞ് നമ്മൾ പറയല്ലോ, അല്ലാത്ത രീതിയിലുള്ള സെൻറ്റൻസ് ആണ്, ഒരു കോൺവെർസേഷൻ രീതിയിലാണ് വരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ടോക്ക് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ടോക്സ് ടു ഹെർ മദർ. അവളുടെ അമ്മയോട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ വി ടോക്ക് അബൌട്ട് ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഒരു കോൺവെർസേഷനിൽ വരുന്നതിനാണ് നമ്മൾ ടോക്ക് യൂസ് ചെയ്യുന്നത്. മറ്റൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് പറയുമ്പോഴാണ് അവിടെ സേ വരുന്നത്. ഇതാണ് സേ ആൻഡ് ടോക്ക് തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തതായിട്ട് ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു വേർഡാണ് സ്പീക്ക് എന്നുള്ളത്. നമ്മൾ സേയും ടോക്കും പഠിച്ചു, അതേ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് സ്പീക്ക് എന്നുള്ളത്. സ്പീക്ക് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പീക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഭാഷയിലുള്ള നമ്മുടെ കഴിവിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ സ്പീക്ക് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എന്ന് പറയാം. ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും. അപ്പോൾ അവിടെ ഒരു ഭാഷയെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്പീക്ക് എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ പറയാം, ഒരാൾ ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് സ്പീക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ സ്പീക്സ് ക്ലിയർലി. ടീച്ചർ നല്ല ക്ലിയർ ആയിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മൈ ഫ്രണ്ട് സ്പീക്സ് നൈസ്ലി. എൻ്റെ ഫ്രണ്ട് നല്ല നൈസായിട്ട് സംസാരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ഭാഷയിലുള്ള ഒരു സംസാരത്തിൽ വരുന്ന ഒരു ഭാഷയെക്കുറിച്ച് നമ്മളവിടെ എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? സ്പീക്ക് എന്ന് വരുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനും നമ്മൾ ഒരേ മീനിങ് ആണ് വിചാരിക്കുന്നത്, പക്ഷേ മൂന്നെണ്ണത്തിന് വരുന്ന യൂസേജ് എന്ന് പറയുന്നത് മൂന്നാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സേ ആൻഡ് ടോക്ക്, സ്പീക്ക്, ഈ മൂന്നെണ്ണം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതേ രീതിയിൽ നമുക്ക് ഡൗട്ട് വരുന്ന മറ്റ് രണ്ട് വേർഡ്സാണ് ഈച്ച് ആൻഡ് എവ്രി. ഈച്ച് എവിടെ യൂസ് ചെയ്യും, എവ്രി എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. ഈച്ച് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട്,
ഓക്കെ, ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈച്ച് യൂസ് ചെയ്യുന്നത്. ഒരു ആളുകളെ കുറിച്ചാണെങ്കിലും അല്ല എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ 1 by 1 ആയിട്ട് പറയുമ്പോഴാണ് ഈച്ച് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈച്ച് സ്റ്റുഡൻസ് ഹാസ് നോട്ട്ബുക്ക്. ഓക്കെ, അതായത് ഓരോ സ്റ്റുഡൻസിനും നോട്ട്ബുക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈച്ച് ഫ്രണ്ട്സ് ഹാസ് ടു കം. ഓരോ ഫ്രണ്ട്സും വരണം എന്നുള്ള രീതിയിൽ നമുക്ക് ഈച്ച് യൂസ് ചെയ്യാം. ഓക്കെ, 1 by 1 ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിലാണ് ഈച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ എവ്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഓൾ ടുഗെദർ ആണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവ്രി സ്റ്റുഡൻസ് മസ്റ്റ് വെയർ യൂണിഫോം. എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായും യൂണിഫോം ധരിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ. ഇനി അതുപോലെ ഐ സിങ് സോങ് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, പാട്ട് പാടും, ഇങ്ങനെയുള്ള രീതിയിൽ. ഓക്കെ, ഈച്ച് എന്ന് പറയുമ്പോൾ 1 by 1 ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ ഈച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ എവ്രി ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്, അത് ഓൾ ടുഗെദർ, ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ പറയുന്നതിനാണ് നമ്മൾ എവ്രി യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈച്ച് ആൻഡ് എവ്രി തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ അല്ലേ, അതായത് ഇവരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വ്യത്യാസം എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. സേ, ടോക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ, ഈച്ച് ആൻഡ് എവ്രി, ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ അതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാനതിനെല്ലാത്തിനും ആൻസർ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് forget to subscribe my channel and enable the bell icon. Thank you so much.